Okay, so നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പോക്കോയുടെ പ്രോ പെർഫോമൻസ് ഫോൺ, അതായത് പോക്കോയുടെ ലെജൻഡറി ഫോണായ പോക്കോ F1ന്റെ പിൻഗാമിയാണെന്ന് പോക്കോ പറയുന്ന പോക്കോ X3 പ്രോയുടെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് പോക്കോ X3 പ്രോയിൽ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഇതാണ് പോക്കോയുടെ ലേറ്റസ്റ്റ് ആയ പോക്കോ X3 പ്രോയിൻ്റെ പാക്കേജിങ്. പോക്കോയുടെ സൈഡിൽ നിന്ന് വരുന്ന ടിപ്പിക്കൽ ബ്ലാക്ക് പാക്കേജിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കാം. സോ മെയിൻലി 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860 പ്രൊസസ്സർ, റിയാലിറ്റി ഫ്ലോ 120 Hz ഫുൾ HD+ ഡിസ്പ്ലേ, 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 5160 mAh ബാറ്ററി വിത്ത് ഇൻബോക്സ് 33 വാട്ട് ഫാസ്റ്റ് ചാർജർ. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടന്റ്. ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ TPU കേസ്, സിലിക്കോൺ TPU കേസ് കിട്ടുന്നുണ്ട്, യൂസർ മാനുവൽ, സിം ഇജക്ടർ ടൂൾ, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ഓറഞ്ച് ആക്സെൻ്റ് ഉള്ള ടൈപ്പ് C ചാർജിങ് കേബിൾ. സോ ഇതാണ് പോക്കോയുടെ പോക്കോ X3 പ്രോ. ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ ലേശം ഹെവിയാണ്. എക്സാക്റ്റ് വെയിറ്റ് നോക്കിയാൽ 215 ഗ്രാം ആണ്. പോക്കോ X3ൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഓൾമോസ്റ്റ് 225 ഗ്രാം ആയിരുന്നു പോക്കോ X3ൻ്റെ വെയിറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലൈറ്ററാണ്, പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും കുറവാണ്. ഇതിൽ 5160 mAh ബാറ്ററിയാണ്. പോക്കോ X3യിൽ 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. X3 പ്രോയിൻ്റെ ക്യാമറ ലേഔട്ട് X3 പോലെ തന്നെ ഉണ്ട്, അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഫോണിന് IP53 സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഫോൺ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫാണ്. സോ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ നടുക്കുള്ള ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. നമ്മളിങ്ങനെ വെറുതെ വെച്ചാൽ മതി, ചാറപറ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും എല്ലായിടത്തും. നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കളർ വേരിയൻറ്റ് ഗ്രഫൈറ്റ് ബ്ലാക്ക് ആണ്. വേറെ 2 കളർ വേരിയൻസ് ഉണ്ട്, സ്റ്റീൽ ബ്ലൂ ആൻഡ് ഗോൾഡൻ ബ്രോൺസ്. കൂടെ തന്നിരിക്കുന്ന TPU കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറ മോഡ്യൂളും എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. താഴെ ഈ ഫ്ലാപ്പും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓക്കെ, ഗുഡ് TPU കേസ്. ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ ടോപ്പ് സ്പീക്കറിന് വേണ്ടിയുള്ള ഒരു സ്ലോട്ട് ഉണ്ട്, പിന്നെ IR ബ്ലാസ്റ്റർ, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, വോളിയം റോക്കറും പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് റൈറ്റ് സൈഡിലുള്ളത്. സിം ട്രേ ലെഫ്റ്റ് സൈഡിലാണ്. ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, USB Type-C പോർട്ട്, മൈക്ക് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഈ ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. HDR10ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ്, ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ, 240 Hz ടച്ച് സാമ്പിളിങ്ങും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് സെൻറ്ററിലാണ് പഞ്ച് ഹോൾ, 450 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. പോക്കോ X3 പ്രോയിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ പോക്കോ X3 ആണ് ഓർമ്മ വരുന്നത്. ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോക്കോ X3ൻ്റെ ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ബാക്കി എല്ലാ ഫീച്ചേഴ്സും എക്സാക്ട്ലി സെയിം ആണ്, സെയിം ക്വാളിറ്റിയാണ്, സെയിം കളർ റീപ്രൊഡക്ഷൻ ഒക്കെയാണ് വരുന്നത്. ഇതിലും HDR10ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ പുറത്ത് കൊണ്ടുപോയി നല്ല വെയിലത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഇങ്ങനെ വരും. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ. ഈ ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറി, അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇപ്പം കിട്ടുന്ന ഫോൺസിൻ്റെ ഡിസ്പ്ലേസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ എന്നേ പറയാൻ പറ്റുള്ളൂ. അതേ സമയത്ത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ആളുകൾക്ക് വേണ്ടിയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് ഒക്കെ വരുന്നുണ്ട്. പോക്കോ X3 പ്രോ 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB, 8GB 128GB. LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു മിഡ് റേഞ്ച് RAM ടൈപ്പ് ആണ്. പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ആണ്. അതുകൊണ്ട് UFS 2.1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ട്വൈസ് അല്ലെങ്കിൽ 3 ഇരട്ടി വരെ സീക്വൻഷ്യൽ റീഡ് റൈറ്റ് സ്പീഡ്സ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് നോക്കാം. അതാണ് ഈ ഫോണിൻ്റെ പ്രൊസസ്സർ. അതാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 860. ഇതൊരു 5G ചിപ്സെറ്റ് അല്ല, 4G ചിപ്സെറ്റ് ആണ്. 7 നാനോമീറ്റർ ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. 2.96 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. Adreno 640 ആണ് GPU. ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഇനി കോൾ ഓഫ് ഡ്യൂട്ടി, PUBG പോലത്തെ ഗെയിംസ് എടുത്ത് കളിക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ അൺലോക്ക്ഡ് ആയി വരുന്ന എല്ലാ
എല്ലാ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഇതിലും വരുന്നുണ്ട്. പോക്കോ X3 പ്രോയിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അൺബീറ്റബിൾ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ PUBG കളിച്ച് നോക്കിയിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് HDR എക്സ്ട്രീം വരെ കളിക്കാൻ പറ്റും. സോ HDRൽ 60 FPS വരെ കളിക്കാൻ പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും സ്മൂത്ത് എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നുണ്ട്. 90 FPSൻ്റെ ഒരു ഫീച്ചർ ഇതുവരെ അൺലോക്ക് ആയിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 860 ഒരു പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ടായിരിക്കും ഇതുവരെ അത് റെഡി ആവാത്തത്. തീർച്ചയായിട്ടും അപ്ഡേറ്റ് വഴി വരേണ്ടതാണ്. സ്മൂത്ത് എക്സ്ട്രീം സെറ്റിംഗ്സിൽ, അതായത് സ്മൂത്ത് 60 FPS സെറ്റിംഗ്സിൽ PUBG കളിച്ചപ്പോൾ എനിക്ക് ഒരു ഇഷ്യൂവും വന്നില്ല. ഞാൻ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. സോ പെർഫോമൻസ് നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ. നമുക്കിതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കാം, ഇൻ ഡെപ്ത് ഗെയിമിംഗ് റിവ്യൂ ഒക്കെ. പക്ഷേ ഒരു സാധനം ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാം, ടെമ്പറേച്ചർ കൂടുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 40-41 ഡിഗ്രി ആണ്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ സ്റ്റിൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനി സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ അത് ഇനിയും കൂടുതൽ ഉണ്ടാവുമോ, നമുക്ക് എന്തായാലും ആ ഒരു റിവ്യൂവിൽ നോക്കാം. പക്ഷേ പെട്ടെന്ന് കൂൾ ഡൗൺ ആയി, അത് സമ്മതിച്ചു കൊടുക്കണം, പെട്ടെന്ന് കൂൾ ഡൗൺ ആയി. സോ ഇതിൻ്റെ ലിക്വിഡ് കൂളിംഗ് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 ആണ് വരുന്നത് വിത്ത് MIUI 12. സോ രണ്ടും ലേറ്റസ്റ്റ് ആണ്. പോക്കോ എന്ന ബ്രാൻഡ് അവരുടെ ലോഞ്ച് ഇവൻറ്റിൽ ക്ലിയർ ആയിട്ട് പറയാറുണ്ട് അവരുടെ ഫോൺസിൽ ആഡ്സ് കാണേണ്ടി വരില്ല. സോ ആഡ്സ് ഇല്ല. ബ്ലോട്ട്വെയർസ് ഉണ്ട്, അങ്ങനെ ആവശ്യമില്ലാത്ത ഈ ബബിൾ ഷൂട്ടറും അതുപോലത്തെ നോൺസെൻസ് ഒന്നും ഇല്ല. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അതുപോലത്തെ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. 3-4 ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്ത് കളയാൻ പറ്റും വേണമെങ്കിൽ. സോ MIUI 12+ പോക്കോ ലോഞ്ചർ ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് എനിക്ക് പേഴ്സണലി നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ഗ്ലിച്ചും സ്റ്റക്കും ഹാങ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് 60 Hz ആയിരിക്കും. 120 Hzലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷവും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു ചിപ്സെറ്റ് ആണ് 860. ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിലും ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയതുകൊണ്ട് സോ 120 Hzഉം MIUI ഒക്കെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറ സെറ്റപ്പ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു മെഗാ പിക്സലിൻ്റെ കണക്കിൽ ലേശം ഡൗൺഗ്രേഡ് ഉണ്ട്. ലേശമല്ല, നല്ല ഡൗൺഗ്രേഡ് ഉണ്ട്. 64 മെഗാ പിക്സൽ പ്ലസ് 13+2+2 ആയിരുന്നു പോക്കോ X3ൻ്റെ ക്യാമറ സെറ്റപ്പ്. ഇവിടെ 48 മെഗാ പിക്സൽ പ്ലസ് 8+2+2 ആണ് വരുന്നത്. ക്യാമറ പെർഫോമൻസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഗുഡ് ഡീസൻറ്റ് ക്യാമറയാണ്. ഓവറോൾ നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നല്ല ക്വാളിറ്റി, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. കുറച്ചുകൂടെ നാച്ചുറൽ കളേഴ്സാണ് വരുന്നത്, അല്ലാതെ ബൂസ്റ്റഡും ഭയങ്കര കോൺട്രാസ്റ്റും ഭയങ്കര എന്താ പറയുന്നത് സാച്ചുറേഷൻ ഉള്ള ഫോട്ടോസ് അല്ല. ക്ലോസ് ടു നാച്ചുറൽ കളേഴ്സാണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ സ്കിൻ ടോൺ ഓക്കെയാണ്, പക്ഷേ ലേശം ഓവർ ഷാർപ്പനിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ സൂമിൻ ചെയ്യുമ്പോൾ, ഫേസിലേക്കൊക്കെ സൂമിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു ഓവർ ഷാർപ്പനിങ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കളേഴ്സൊക്കെ നല്ലതാണ്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നാച്ചുറൽ സ്കിൻ ടോൺസ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ലൈറ്റ് ഉണ്ട്. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. മാക്സിമം 4K 30 FPS ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ടു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ഉണ്ടായിട്ടും 60 FPS കൊടുത്തിട്ടില്ല. 4K 60 FPS ഓപ്ഷൻ കൊടുക്കേണ്ടതായിരുന്നു, വന്നിട്ടില്ല. ഇനി സെൻസർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും 4K 30 FPS ആണ് മാക്സിമം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിവ്യൂവിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിൽ നോക്കാം, ഇതിൻ്റെ ക്യാമറയും വീഡിയോ ക്വാളിറ്റിയൊക്കെ. എന്തായാലും ഞാൻ ചില ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഷെയർ ചെയ്യാം. 5160 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. സോ പോക്കോ X3 വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിലും ലേശം ഡൗൺഗ്രേഡ് ഉണ്ട്. പോക്കോ X3ൽ 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. ബാറ്ററി പെർഫോമൻസും ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിവ്യൂവിൽ ഡീറ്റെയിലിൽ കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. ബേസ് ലേശം കുറവാണ് എന്ന് എനിക്ക് തോന്നി. മിഡും ട്രബിൾ ആണ് കൂടുതൽ, ബേസ് ലേശം കുറവാണ്. പിന്നെ ആ വൈബ്രേഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ പോക്കോ X3ൽ, അത് പോക്കോ X3 പ്രോയിലും വന്നിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റും ക്വിക്കും സെക്യൂർ ആണ്, നോ ഇഷ്യൂസ്. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. കാരിയർ എഗ്രിഗേഷൻ്റെ ഫീച്ചർ ഉണ്ട്. ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിംഗ് ഉണ്ട്. FM റേഡിയോ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ആണ്. ക്യാമറ ടു API ഓപ്പൺ ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഇനി എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാം. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, കാരണം പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. പോക്കോ എടുത്തെടുത്ത് പറയുന്നുണ്ട് പെർഫോമൻസ്. കാരണം അവരുടെ മെയിൻ ഉദ്ദേശം പെർഫോമൻസ് ആണ്, അതായത് മോസ്റ്റ്ലി ഗെയിമിംഗ് പെർഫോമൻസ്. സോ 20,000 താഴെയുള്ള മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഇത്രയും നല്ലൊരു പ്രൊസസ്സർ ഇറക്കിയതിന് പോക്കോന് 2 തംസ് അപ്പ് ഉണ്ട്. അത് ശരിക്കും എടുത്ത് പറഞ്ഞേ പറ്റൂ. മറ്റ് എല്ലാ ഫീച്ചേഴ്സും ഡീസൻറ്റ് അല്ലെങ്കിൽ ഡീസൻറ്റ് ഗുഡ് എന്ന് പറയാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഉള്ള ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ, അത് റെഡ്മിയുടെ സൈഡിൽ നിന്നുള്ള ഫോൺസ് ആണെങ്കിലും റിയൽമി ഫോൺസ് ആണെങ്കിലും
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ് ബാക്കി ഫീച്ചേഴ്സ്. പക്ഷേ ഡിസൈൻ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തു, സ്പെഷ്യലി ബിൽഡ്. സോ ഞാൻ എടുത്ത് പറയാം, പോക്കോ X3 ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ആ വൈബ്രേഷൻ ഇഷ്യൂ ഇതിലുണ്ട്. ഞാൻ ഓഡിയോൻ്റെ സെഗ്മെൻറ്റിൽ പറഞ്ഞിരുന്നു, ഇതിലും വൈബ്രേഷൻ ഇഷ്യൂ ഉണ്ട്. സോ അത് ശരിക്കും പറഞ്ഞ ഒരു ചീപ്പ് ഫീലിംഗ് ആണ് തരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷേ സ്റ്റിൽ മറ്റ് ഫോൺസ് ഉണ്ട് പ്ലാസ്റ്റിക് ബാക്കുള്ള ഫോൺസ്, അതിൽ ഇങ്ങനത്തെ ഒരു വൈബ്രേഷനോ ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതിലും പ്രസ് ചെയ്യുമ്പം ലേശം ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം, ഇതിലിങ്ങനെ അടിച്ച് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഒരു ഡിഗ് സൗണ്ടാണ് വരുന്നത്. എൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ കവറും താഴെയുള്ള ബാറ്ററിയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് സാംസങ് ഗാലക്സി M51. ഇതിൻ്റെ ബാക്കും പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു ടക്ക് സൗണ്ടാണ് വരുന്നത്. എൻ്റെ അർത്ഥം എന്താണ്, നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു വൈബ്രേഷൻ കാണില്ല. അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. ഇതിൽ ആ ഒരു ഫീലില്ല. പോക്കോ X3ൻ്റെ ഒരു കംപ്ലയിൻറ്റ് അതായിരുന്നു, അതിൻ്റെ ബിൽഡ് പോരാ. ഓക്കെ, സോ പോക്കോ X3ൻ്റെ ഒരു പ്രോ വെർഷൻ വരുമ്പം അതിന് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ബിൽഡ്, ഈ ഒരു വൈബ്രേഷൻ ഇല്ലായ്മ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഫോണിലൂടെ സംസാരിക്കുമ്പോഴും ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ച് സംസാരിക്കുമ്പം ഓപ്പോസിറ്റുള്ള ആൾ സംസാരിക്കുമ്പോൾ എക്സാക്ട്ലി ആ ഒരു വൈബ്രേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു പെർഫോമൻസ് / ഗെയിമിംഗ് ഫോണാണ്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് റിവ്യൂ ചെയ്തേ പറ്റും. നമുക്ക് ചെയ്യാം. FPS, ബാറ്ററി ഡ്രെയിൻ, പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ടെമ്പറേച്ചർ നമുക്കെല്ലാം ടെസ്റ്റ് ചെയ്യാം. ആ ഒരു ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് പോക്കോ X3 പ്രോയിൻ്റെ യഥാർത്ഥ ഗെയിമിംഗ് പെർഫോമൻസ്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവർ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.